ലോകത്തിന്റെ നായകന് ലോകത്തോട് പ്രഖ്യാപിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് ഞാൻ നിങ്ങളെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാരുടെ വിഷയമാണ്. വനലോകത്തുള്ള മാലാകമാരെ രക്ഷിക്കുന്ന ഒരു മഹാന്റെ കഥയാ. ചെറുപ്പക്കാരാ, നമുക്ക് പറയാൻ കഴിയുമോ? കൂടെ കിടന്നിറങ്ങുന്ന ഭാര്യ പോലും നമ്മളെ ബഹുമാനിക്കുന്നില്ല, നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ പോലും നമ്മളെ ബഹുമാനിക്കുന്നില്ല, നമ്മുടെ ശിഷ്യഗണങ്ങൾ പോലും നമ്മളെ ബഹുമാനിക്കുന്നില്ല, കൂടെ പറപ്പുകൾ പോലും നമ്മളെ ആദരിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഉസ്മാനങ്ങളെ ബഹുമാനിച്ചത് മാലാകമാരാണ്. അള്ളാന്റെ മാലാകമാര് പോലും ലജ്ജിച്ചു പോയ മഹാന്റെ കഥ പറയുമ്പോ എന്റെ ശബ്ദം ശ്രദ്ധിക്കുവാ. മഹാനായ ിന് മുമ്പിൽ ഒരുമിച്ച് കൂടിയ എന്റെ കാസർഗോട്ടത്തെ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് പറയാനുള്ളത്, ചരിത്രങ്ങൾ കേൾക്കലല്ല പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ പറയലല്ല പ്രിയപ്പെട്ടവരെ. ചരിത്രങ്ങൾ പറയുന്നതിനേക്കാൾ, കേൾക്കുന്നതിനേക്കാൾ, സംഘടിപ്പിക്കുന്നതിനേക്കാൾ, വായിക്കുന്നതിനേക്കാൾ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ ഒരു മഹാന കഥ പറഞ്ഞുകൊണ്ട് ചരിത്രത്തിന്റെ ഒരു പുതിയ അധ്യായം നമുക്ക് തുറന്നുകൊണ്ട് ഇവിടെ നിന്ന് വിട പറയാ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലക്കുകൾ പോലും രക്ഷിച്ച മഹാനാണ്. ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് 4 മെസ്സേജുകൾ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 4 മെസ്സേജുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഉണർന്നിരുന്ന് സാധാരണ വാഴ് കേൾക്കാൻ നമ്മളൊക്കെ ഒരുപാട്, ഇന്നലെ ഞാൻ കൊല്ലം ജില്ലയിൽ വാഴ പറഞ്ഞ് തീർന്ന സമയമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങളുടെ പ്രതികരണമാണ് ഏതൊരു പ്രഭാഷകന്റെയും ഉന്മേഷം. അതുകൊണ്ട് നിങ്ങൾ വളരെ ഉഷാറായി തന്നെ ഈ പരിപാടി യഥാർത്ഥത്തിൽ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നാളെ മറ്റന്നാളാണ് വിശുദ്ധമായ ഉംറയ്ക്ക് ഞാൻ പോയി വിശുദ്ധമായ ഉംറ നിർവഹിച്ച് ആ ഉംറ കഴിഞ്ഞ് മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ ചാരത്ത് വന്ന് സിയാറത്ത് ചെയ്ത് യഥാർത്ഥത്തിൽ മറ്റന്നാളാണ് ഞാൻ എത്തേണ്ടത്. പക്ഷേ ഈ പരിപാടി ഞാൻ വളരെ കുറച്ചു മാത്രം എത്തിയിട്ടുള്ള കാസർഗോഡ് ജില്ലയിൽ ഈ മാലിക്കുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്ന് നമുക്ക് എപ്പോഴും സിയാറത്തിന് ഭാഗ്യം കിട്ടണമെന്നില്ല. ഇതുപോലുള്ള സൗകര്യങ്ങൾ പ്രഭാഷണ വേദികൾ ഉള്ളപ്പോഴാണ് നമുക്കതിനുള്ള സൗകര്യം കിട്ടുക. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇവിടത്തെ പരിപാടി മുടക്കണ്ടെന്ന് കരുതി വെള്ളിയാഴ്ച രാവിലെ ഞാൻ എന്റെ നാട്ടിലെത്തി. ആകെ അല്ലാഹ് ഷരീഫിൽ നിൽക്കാൻ കഴിയുന്നത് ഒരൊറ്റ ദിവസം മാത്രമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ചരിത്രങ്ങൾ കേട്ടിട്ട് പോകലില്ല, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും. അതുകൊണ്ട് 2 മണിക്കൂർ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം. കാസർഗോഡ് ജില്ലക്കാരുടെ മർമ്മം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾക്ക് നല്ലതുപോലെ വാളും പറയണം, നിർത്താൻ പാടില്ല. കാസർഗോഡ് ജില്ലയിലെ പ്രസംഗത്തിന്റെ ഒരു പ്രത്യേകത അതാണ്, ഇടയ്ക്ക് നിർത്താൻ പാടില്ല. ഒറ്റ ശ്വാസത്തിൽ വാള് പറഞ്ഞാൽ റാഹത്താകും. ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രമിക്കാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. 2 ചരിത്രങ്ങൾ മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുന്നത്. 2 ചരിത്രം. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 2 ചരിത്രങ്ങൾ ഞാൻ ഇന്ന് പറയും. അതിൽ നിന്ന് 4 സന്ദേശങ്ങൾ, 4 മെസ്സേജുകൾ നമുക്ക് പഠിക്കാൻ കഴിയും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 1ാമത്തെ ചരിത്രം, അതിൽ നിന്നുള്ള പാഠം ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ ഒരു തോട്ടത്തിൽ ഒരു വിശ്രമത്തിലാണ്. മദീന പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഒരു തോട്ടത്തിൽ റസൂലുള്ളാഹി നല്ല വിശ്രമത്തിലാണ്. ആ മന്ദമാരുതൻ ഇങ്ങനെ അടിച്ചു വീശുന്ന മണലാരുണ്യത്തിന്റെ കഴുകിത്തലോടലേറ്റ് അള്ളാഹുവിന്റെ റസൂൽ വിശ്രമിക്കാൻ വേണ്ടി മുന്തിരിപ്പൂവള്ളികളുടെയും അതുപോലെ തന്നെ മുന്തിരിപ്പൂവള്ളികളുടെയും ഈത്തപ്പന കുലകളുടെയും ശീതളശായയിൽ ആദരവായ പ്രവാചകൻ ഇങ്ങനെ പരിരസിച്ചുകൊണ്ട് നടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന പള്ളിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. വാതിൽ തുറന്നിട്ട് വേണം മദീനത്തെ ആ തോട്ടത്തിലോട്ട് കടന്നു വരാൻ. അള്ളാഹുവിന്റെ റസൂലിനെ പെട്ടെന്ന് ആരും വന്ന് ആക്രമിക്കാതിരിക്കാനും നബിതങ്ങളുടെ മുമ്പിൽ പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വാതിൽക്കൽ ഒരു കാവൽക്കാരൻ ഉണ്ടായിരുന്നു. ആ കാവൽക്കാരന്റെ പേരാണ് മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന മഹാൻ എത്ര ഭാഗ്യം ചെന്ന മനുഷ്യനാണ്. റസൂലുള്ളാഹിന്റെ കാവൽക്കാരനാകാനുള്ള ഭാഗ്യം കിട്ടിയ ആളാണ്. അബൂ മൂസ തങ്ങൾ പറഞ്ഞൊരു കാര്യം, അതാണ് 1ാമത്തെ ചരിത്രം എനിക്ക് പറയാനുള്ളത്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനത്തുൻ നബവിയുടെ വാതിൽക്കൽ, മദീന പള്ളിയുടെ വാതിൽക്കൽ ഞാൻ കാവൽക്കാരനായി നിൽക്കുമ്പോ മദീനത്തെ ഒരു തോട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ വിശ്രമിക്കുകയാണ്. റസൂലുള്ളാഹിനെ തിരക്ക് പിടിച്ച പ്രബോധനത്തിന്റെ പ്രചരണത്തിന്റെ ആ
ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് റസൂലുള്ള ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മദീനത്തെ ഒരു തോട്ടത്തിൽ വന്നിരിക്കുമ്പോ അതിന്റെ കാവൽക്കാരനാകാ ഭാഗ്യം കിട്ടിയാളാ അബൂ മൂസ റളിയല്ലാഹു അൻഹു. അബൂ മൂസ തങ്ങൾ പറയുകയാണ്, ഞാൻ മദീന പള്ളിയുടെ വാതിൽക്കൽ ഞാൻ കാവൽ നിൽക്കുമ്പോ ആരോ വന്ന വാതിൽക്കൽ മുട്ടുകയാണ്, ആരോ വന്ന വാതിൽ മുട്ടുകയാണ്. പെട്ടെന്ന് കതക് തുറന്നു കൊടുക്കാൻ എനിക്ക് അനുവാദമില്ല, ഞാൻ വെറും ഒരു കാവൽക്കാരനല്ലേ, ഞാൻ ഓടുകയാ. അബൂ മൂസ തന്നെ പറയുകയാണ്, ഞാൻ ഓടിച്ചെന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ, ആരോ മദീനത്തെ പള്ളിയുടെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്, തുറന്നു കൊടുക്കണോ? ആരോ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്, തുറന്നു കൊടുക്കണോ? ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മറുപടി എന്തെന്നറിയുമോ? എന്റെ ശബ്ദം ശ്രമിക്കുന്ന ചെറുപ്പക്കാരാ, ഈമാനുള്ള ഇസ്ലാമിനോട്, ദീനിനോട്, ഖുർആനോട്, പണ്ഡിതന്മാരോട്, സാദാതീങ്ങളോട്, സഹാബത്തിനോട്, മഹാരഥന്മാരുടെ മഖാമിനോട് സ്നേഹമുള്ള ഇഷ്കുള്ള ഹുബ്ബുള്ള കാസർഗോഡ് ജില്ലയിലെ പെണ്ണന്മാരോട് പറയുകയാണ്, മദീനത്തുൽ നബവിയുടെ തോട്ടത്തിൽ നിന്ന് ആരോ വാതിൽക്കൽ മുട്ടിയപ്പോ റസൂലുള്ളാഹിന്റെ മുന്നിലോട്ട് ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, പൊന്നാര നബിയേ, ആരോ വാതിൽ മുട്ടുകയാണ്, തുറന്നു കൊടുക്കണോ? എന്താണ് റസൂലുള്ളാഹിന്റെ മറുപടി എന്നല്ലേ? എന്താണ് മറുപടി എന്നല്ലേ? വിവരങ്ങൾ പറയുകയാണ്, അബൂ മൂസ ഇഫ്തഹൂ ലഹു വബശ്ശിറുഹു ബിൽ ജന്ന, ചെന്ന വാതിൽ തുറന്നു കൊടുക്കുക, ഓടി ചെന്ന വാതിൽ തുറന്നു കൊടുക്കുക. നീ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയോട്, വാതിലിന്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയോട് നീ പറയേണ്ടതെന്നറിയോ? ബശ്ശിറുഹു ബിൽ ജന്ന, അല്ലാഹുവിന്റെ സുഖലോലുവ സ്വർഗമുണ്ടല്ലോ, കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണവീണ കമ്പികളുടെ കൊണ്ട് മുതിർന്നമായ സുഖലോലുവ സ്വർഗം, ആ സ്വർഗം നിന്നെ കൊണ്ടവന സുവിശേഷം കൂടി അറിയിക്കണേ അബൂ മൂസ. ചിന്തിക്കണേ സഹോദരങ്ങളെ, ആരാവാതിലിന് മുട്ടിയെന്ന് റസൂലുള്ളാഹിന് അറിയില്ല, ആരാവാതിലിന് മുട്ടിയെന്ന് അബൂ മൂസയ്ക്ക് അറിയില്ല. പക്ഷെ നബിതങ്ങൾ പറഞ്ഞതെന്താണ്? വാതിൽ തുറന്നു കൊടുത്തിട്ട് വാതിൽക്കൽ നിൽക്കുന്ന വ്യക്തിക്ക് സ്വർഗമുണ്ടെന്ന് പറയുക. എന്തേ കാര്യം എന്റെ ചെറുപ്പക്കാരാ? ഇന്നേ 23 വർഷം കൊണ്ട് നബിതങ്ങൾ സ്വന്തമായൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹു എന്നറിയിച്ചു കൊടുത്തു, അതല്ലാതെ മുത്തുനബി ലോകത്തിന്റെ മുമ്പിൽ ഒന്നും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വന്തമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ല. സ്വന്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. 7 ആകാശങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇവിടെ അങ്ങനെ തന്നെയാ സംഭവിച്ചത്. അബൂ മൂസ തങ്ങൾ വന്ന് കനക തുറന്നു കൊടുക്കട്ടെ എന്ന് ചോദിക്കുന്നു. മഹാനായ ജിബ്രീൽ കടന്നു വന്നിട്ട് പറയുകയാണ്, നബിയെ അനുവാദം കൊടുക്കുക, മാത്രമല്ല അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന വാർത്ത കൂടി പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചൊല്ലുകയാ, അബൂ മൂസ ഓടിച്ചെന്ന ഭാഗ്യവാനാരാ. അതിൽ ചെന്ന് തുറന്നു നോക്കുമ്പോ മുന്നിൽ നിൽക്കുന്നതാരെന്നറിയോ? അവ്വലു മൻ സദ്ദഖനി, അവ്വലു മൻ സവ്വജനി, അവ്വലു മൻ ദഖലൽ ജന്ന, അബൂബക്കർ സിദ്ദീഖ്. ആ വാതിലിന് മുമ്പിൽ നിൽക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഉറങ്ങിപ്പോകല്ലേ. ഈ വിഷയത്തിന്റെ മർമ്മമായ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലോട്ട് അബൂബക്കർ കടന്നുപോയി. അബൂ മൂസ വാതിൽക്കൽ ചെന്ന് കാത്തിരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോ വാതിൽക്കൽ മുട്ടുകയാണ്. അബൂ മൂസ അനുസരണയുള്ള കാവൽക്കാരനാണ്. അബൂ മൂസ ഓടി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, ആരോ വാതിലിന് മുട്ടുന്നു, തുറന്നു കൊടുക്കണോ? നബി തങ്ങൾ അബൂ മൂസയോട് പറഞ്ഞതെന്താണ്? ചെന്ന് തുറന്നു കൊടുക്ക അബൂ മൂസ, സ്വർഗമുണ്ടെന്ന സുവിശേഷം കൂടി പറയുക. അബൂ മൂസ തങ്ങൾ ഓടി വന്ന് കതക് തുറക്കുമ്പോൾ ആരാ മുന്നിൽ നിൽക്കുന്നതെന്നറിയുമോ? ഉമർ റളിയല്ലാഹു തആല അൻഹു മുന്നിൽ നിൽക്കുന്നത്. ഉമർ തങ്ങളോട് സന്തോഷത്തിന്റെ വർത്തമാനം പറഞ്ഞു. അദ്ദേഹം കടന്ന് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും അതാ കാവൽ നിൽക്കുകയാണ്. ഇനിയൊന്ന് ശ്രദ്ധിക്കണേ കാസർഗോഡുകാരാ, കാസർഗോഡത്തെ പെണ്ണുങ്ങളോട് എനിക്ക് പറയാൻ
പറയാനുള്ളത്. ഇനി പറയുന്ന കാര്യമൊന്ന് ശ്രദ്ധയോടെ കേൾക്കണേ ഉമ്മ. മൂന്നാമത് ആരോ കഥകിന് മുട്ടുകയാ. അബൂ മൂസ ഇരുന്നില്ല. അബൂ മൂസ ഓടി റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, വീണ്ടും ആരോ കഥകിന് മുട്ടുകൊണ്ട് തുറന്നു കൊടുക്കണോ? ആ സമയത്തിന് വിധങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? കഥക് തുറന്നു കൊടുത്തിട്ട് സ്വർഗമുണ്ടെന്ന് പറയുക. അബൂ മൂസ തങ്ങൾ പറയാൻ വേണ്ടി തിരിയുമ്പോ നിബിധങ്ങൾ പറയുന്നു, നിൽക്കബൂ മൂസ, നിൽക്കബൂ മൂസ. അബൂ മൂസ തങ്ങൾ പെട്ടെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് നിബിധങ്ങൾ പറയുന്നു, തുറന്നു കൊടുത്താൽ മാത്രം പോരാ, സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഇത് രണ്ടും മുൻഗാമികളായ രണ്ടുപേരോട് പറഞ്ഞതാണ്. മൂന്നാമത് കഥകിന് മുട്ടിയ വ്യക്തിയോട് ഒരു കാര്യം കൂടി നിങ്ങൾ പറയുക. മൂന്നാമത് കഥകിന് മുട്ടിയിട്ട് വാതിൽ തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആരാണോ അവരോട് മൂന്നാമതൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. എന്താ കാര്യമെന്നറിയോ? അലാ ബൽവാ തുസീബോ, അലാ ബൽവാ തുസീബോ. പരീക്ഷണങ്ങൾ ഒരുപാട് വരും, പ്രതിസന്ധികൾ ഒരുപാട് വരും, ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരും, പരീക്ഷണങ്ങളുടെ കൂമ്പാരം നിങ്ങൾക്ക് വരും. ഈ ഒരു കാര്യം കൂടി മൂന്നാമത്തെ ആളിനോട് പറയാൻ പറഞ്ഞു. അബൂ മൂസ കണ്ണുകളോട് വരികയാണ്, അല്ലാഹുവേ, ആരാ ദുനിയാവിൽ പരീക്ഷിക്കപ്പെടുന്നത്? ആരാ ദുനിയാവിലെ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നത്? മുത്തുനബി പറഞ്ഞതല്ലേ സംഭവിക്കുക തന്നെ ചെയ്യുമ്പോൾ സംശയമില്ല. മൂന്നാമത് വന്ന കഥക് തുറന്നു കൊടുക്കുന്നു. മുന്നിൽ നിൽക്കുന്നതാരാ? അല്ലാഹുവിന്റെ മാലാഖമാരോട് ലജ്ജിച്ച ലോകത്തിന്റെ നായകന്റെ രണ്ട് പൊന്നുമക്കളെ കല്യാണം കഴിച്ച് രണ്ട് പ്രകാശത്തിന്റെ പ്രൗഢോജ്വല പ്രഭയെന്ന് പറഞ്ഞ 40 പെൺമക്കളുണ്ടായിരിക്കവേ ഒന്നൊന്നിന് പിറകെ ഒന്നൊന്നായി മരണപ്പെട്ട 40നെയും ഞാൻ എന്റെ ഉസ്മാനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ ലോകത്തിന്റെ മുത്തേ ഉസ്മാറ്റങ്ങളാണ്. പതുക്കെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗമുണ്ട് ഉസ്മാറ്റങ്ങളെ. ഉസ്മാറ്റങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാഹ്. എന്നിട്ട് നേരെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കയറാൻ പോകുന്നു. വാതിൽ പടിയെ കാലെടുത്ത് വെച്ച് ഉസ്മാനെ മുത്തുനബിയെ മുഖം കാണിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ അബൂ മൂസ വിറച്ചു പറയുകയാണ്, തങ്ങളെ നബിതങ്ങളെ നിങ്ങളോട് പറയാൻ പറഞ്ഞു, അലാ ബൽവാ തുസീബു. പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരും തങ്ങളെ, പ്രതിസന്ധികൾ നേരിടേണ്ടി വരും തങ്ങളെ, ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ കൂരാമ്പുകൾ നിങ്ങൾ നേരിടേണ്ടി വരും തങ്ങളെ. ആ സമയത്ത് എന്താണ് മറുപടി പറയുക? ഉസ്മാന്റെ മറുപടി ഉണ്ടെന്നറിയുമോ? എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ ദൈനീ സ്നേഹമുള്ള പെങ്ങളോട് പറയുകയാ, പ്രതിസന്ധികൾ വരുമെന്ന് പറഞ്ഞപ്പോ, ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ഉസ്മാന്റെ മറുപടി എന്തെന്നറിയോ? ഞാനും നിങ്ങളുമാണെങ്കിൽ ഓടികൊണ്ട് റസൂലുള്ളാഹിന്റെ കാലിൽ വീഴുമല്ലോ. ഞാനും നിങ്ങളുമാണെങ്കിൽ ഓടികൊണ്ട് പൊന്നാര നബി തങ്ങളെ കാലിൽ വീണിട്ട് നബിയേ താങ്ങാനില്ല, സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ നബിയേ, പരീക്ഷണങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ നബിയേ. പക്ഷെ ഉസ്മാൻ അങ്ങനെ പറഞ്ഞില്ല, ഉസ്മാൻ അങ്ങനെ പറയൂല. ഉസ്മാൻ നാവിൽ നിന്ന് പുറത്തു വന്നതെന്നറിയോ? പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞപ്പോ മദീനത്തുൻ നബവിയുടെ വാതിൽക്കൽ കാലെടുത്ത് വെച്ച ഉസ്മാൻ തങ്ങള് നബി തങ്ങളുടെ സവിശേഷം അറിയിച്ചു കൊടുത്തപ്പോ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ തങ്ങളുടെ പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്ന് പ്രഖ്യാപനം എന്നറിയോ? അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുൽ മുസ്തആൻ. ഇത്രയും വലിയ ഈമാൻ ലോകത്തിലെ വ്യക്തികൾക്കില്ല, ഇത്രയും വലിയ അചഞ്ചലമായ ഈമാൻ ലോകത്തിലെ വ്യക്തികൾക്കില്ല. എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങന്മാരോട്, ഈ ബോധത്തോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരോട് വിനയത്തിന്റെ ഭാഷകൾ ഞാനെന്ന് പറയട്ടെ. പരീക്ഷണങ്ങൾ വരുമെന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയല്ല, പരീക്ഷണങ്ങൾ വരുമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കൈനോട്ടക്കാരനല്ല, പരീക്ഷണങ്ങൾ വരുമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ചിന്നുമ്മയല്ല, പരീക്ഷണങ്ങൾ വരുമെന്ന് പറഞ്ഞത്
ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത, തമാശയ്ക്ക് പോലും അസത്യത്തിന്റെ ലാഞ്ചന തമാശയ്ക്ക് പോലും മതങ്ങളിൽ നിന്ന് അടർന്നു വീണിട്ടില്ലാത്ത ആമിനാണ് പൊന്നുമോന് പറഞ്ഞതാ.